പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഡെയിലി മന്നയിലൂടെ കർത്താവിൻ്റെ വചനം പറയുവാൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രഭാതയാമത്തിൽ കർത്താവിൻ്റെ പാദപീഠത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്ക് എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 11-ാം വാക്യം. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. പ്രിയ മക്കളെ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഇവിടെ യേശുക്രിസ്തുവിനെ ആ സ്ത്രീയോടുള്ള മനോഭാവം എന്താണെന്നറിയാമോ? മനുഷ്യവർഗത്തിന് വേണ്ടിയുള്ള യേശുക്രിസ്തുവിൻ്റെ വീണ്ടെടുപ്പിൻ ഉദ്ദേശത്തെ വെളിപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടേനെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. നോക്കൂ, ദൈവത്തിൻ്റെ സ്നേഹം സകല മനുഷ്യരെയും ആശ്ലേഷിക്കുവാൻ തക്ക വിശാലതയുള്ളതാണ്. ഹല്ലേലൂയ. ആ ദൈവസ്നേഹമാണ് ഇവിടെ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതായത് ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. നമുക്കൊന്ന് നോക്കാം. 8-ാം അധ്യായം 1 മുതലുള്ള വാക്യം നോക്കുമ്പോൾ, യേശു ഒലിവുമലയിലേക്ക് പോയി. അധികാലത്ത് അവൻ പിന്നെയും ദൈവാലയത്തിൽ ചെന്നു. ജനമൊക്കെയും അവന്റെ അടുക്കൽ വന്നു. അവൻ ഇരുന്ന് അവരെ ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാരത്തിൽ പിടിച്ചിരുന്ന ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി അവനോട്, ഗുരു, ഈ സ്ത്രീയെ വ്യഭിചാര കർമ്മത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്ന മോശ ന്യായപ്രമാണത്തിൽ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു എന്ന് ചോദിച്ചു. ഇത് അവനെ കുറ്റം ചുമത്തുവാൻ സംഗതി കിട്ടേണ്ടേനെ അവനെ പരീക്ഷിച്ചു ചോദിച്ചതായിരുന്നു. യേശുവോ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ അവനോട് ചോദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ നിവർന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് അവരോട് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. അവർ അത് കേട്ടിട്ട് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവരും ഇളയവരും ഓരോരുത്തനായി വിട്ടുപോയി. യേശു മാത്രവും നടുവിൽ നിൽക്കുന്ന സ്ത്രീയും ശേഷിച്ചു. യേശു നിവർന്നവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്ക് ആരും ശിക്ഷ വിധിച്ചില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല കർത്താവേ എന്ന് അവൾ പറഞ്ഞു. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത് എന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. നോക്കൂ, വ്യഭിചാര കർമ്മത്തിലായ ഒരു സ്ത്രീയെയാണ് യേശുവിൻ്റെ മുമ്പിൽ ശിക്ഷ വിധിക്കുവാനായി ശാസ്ത്രിമാരും പരീശന്മാരും ചേർന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണ പ്രകാരം ഇങ്ങനെയുള്ളവരെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള വ്യവസ്ഥയാണ്. പക്ഷെ യേശുവിൻ്റെ അടുക്കൽ ഈ സ്ത്രീയെ കൊണ്ടുവന്നിട്ട് 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നീ ഇവളെ കുറിച്ച് എന്തു പറയുന്നു? യേശു കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. പ്രിയരെ, നോക്കൂ, നമുക്ക് തന്നതായ ന്യായപ്രമാണം യേശു ഭൂമിയിൽ എഴുതി. അതായത് വ്യഭിചാരം ചെയ്യരുത്, കുല ചെയ്യരുത്, ദൂഷണം പറയരുത്, ഇങ്ങനെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. മോശ പറഞ്ഞതനുസരിച്ച് ഇവൾ കുറ്റക്കാരിയാ, ഇവളെ കല്ലെറിയണം. ഇവർ ഹല്ലേലൂയ കല്ലുമായിട്ടാ വന്നിരിക്കുന്നത്. എഴുതിക്കൊണ്ടിരുന്ന യേശു നിവർന്ന് അവരെ നോക്കിയിട്ട് പറയാ, നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ ഒന്നാമത് കല്ലെറിയട്ടെ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പിന്നെയും യേശു എന്ത് ചെയ്യുകയാണ്? കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നോക്കൂ, അത് കേട്ടിട്ടെന്താ? അവർ തമ്മിൽ നോക്കി മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായിട്ട്, അതായത് അവരവർ തങ്ങളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുവാനിടയായി. ഹല്ലേലൂയ. നോക്കൂ, പല കുറ്റങ്ങളും ഇവരിലും വലിയ, അതായത് ഇതിലും വലിയത് അവരുടെ മുമ്പിൽ ജീവിതത്തിൽ നടന്നത് തെളിഞ്ഞു വന്ന് കാണുമായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് വന്നവരിൽ ഒരുവൻ പോലും നിൽക്കാതെ എല്ലാവരും കൊണ്ടുവന്ന കല്ല് അവർക്ക് തന്നെ ഭാരമായി തീർന്നു കാണുമായിരിക്കും.
ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, ആരും അവളെ കല്ലെറിഞ്ഞില്ല. പ്രിയരെ, പല കുറ്റങ്ങളും നമ്മെ പറ്റി പറയും, പലരുടെ മുമ്പിൽ ആക്ഷേപിച്ചു കാണുമായിരിക്കും. ഹല്ലേലൂയ. നമ്മളെ നിന്ദിച്ചു കാണുമായിരിക്കും. നാം ആ വിഷയത്തെ കുറിച്ച് ഭാരപ്പെടേണ്ട. നമുക്ക് വേണ്ടി ഒരുവനുണ്ട്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അപ്പൻ, ഏത് കുറ്റങ്ങളും ക്ഷമിക്കുന്ന അപ്പൻ, ഹല്ലേലൂയ, നമ്മെ രക്ഷിക്കുന്ന അപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, അപ്പച്ചൻ എഴുതിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതായത് യേശുപ്പച്ചൻ നിവർന്നു നോക്കുകയാണെങ്കിൽ പലർക്കും ഹല്ലേലൂയ യേശുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പോകുവാൻ അവർക്ക് തന്നെ ഒരു ലജ്ജ കാണുമായിരിക്കും. യേശുപ്പച്ചൻ അതൊക്കെ മനസ്സിലാക്കി ഹല്ലേലൂയ കുനിഞ്ഞെഴുതിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നോക്കൂ, പാപത്തിന്റെ കുറ്റബോധം ഓരോരുത്തരും മനസ്സിലാക്കി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് യേശുവിലേക്ക് നോക്കാം. ഹല്ലേലൂയ. നമ്മെ ലജ്ജിപ്പിപ്പാൻ യേശുപ്പൻ ഒരിക്കലും അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മെ പരിപാലിക്കുന്ന അപ്പച്ചൻ, ആരുടെ മുമ്പിൽ ഹല്ലേലൂയ മാനിക്കുന്ന അപ്പച്ചനാ. ഹല്ലേലൂയ നമ്മോട് കൂടെയുള്ളത്. 10-ാം വാക്യത്തിൽ യേശു നിവർന്നവളോട്, സ്ത്രീയെ, അവർ എവിടെ? നിനക്കാരും ശിക്ഷ വിധിച്ചില്ലയോ? ഇല്ല കർത്താവേ എന്നവൾ പറഞ്ഞു. ഹല്ലേലൂയ. ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, ഇനിയും പാപം ചെയ്യരുത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ന്യായപ്രമാണം ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് കല്ലുമായിട്ട് വന്നവരൊക്കെ എവിടെ പോയി? ഹല്ലേലൂയ. അവരവരുടെ കണ്ണിലുള്ള കോലെടുക്കാതെ മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കുവാൻ വന്നാൽ ഇങ്ങനെയായിരിക്കും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് പലരും ഇതുപോലെ ഹല്ലേലൂയ അവരവരുടെ കണ്ണിൽ വലിയ കോൽ വെച്ചിട്ട് മറ്റുള്ളവന്റെ കണ്ണിലെ ആ ചെറിയ കരട് നീക്കുവാനാ നോക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ നമ്മളെ കൈവിടുന്ന അപ്പനല്ല. ഹല്ലേലൂയ. നമ്മോട് കൂടെ നിൽക്കുന്ന അപ്പൻ, നമ്മെ സഹായിക്കുന്ന കർത്താപ്പച്ചൻ. ഹല്ലേലൂയ. യേശുവിന്റെ മുഖം നോക്കിയാൽ ലജ്ജിപ്പിപ്പാൻ ഒരിക്കലും ഇടയാകുകയില്ല. ഹല്ലേലൂയ. നമ്മളെ ലജ്ജിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. നിന്റെ അവസ്ഥ എന്തായാലും ന്യായപ്രമാണം കൊല്ലുവാനാണ് പറയുന്നത്. ഹല്ലേലൂയ. പക്ഷെ നമ്മുടെ യേശു എന്താ? അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. ആരുടെ മുന്നിൽ ലജ്ജിക്കുവാൻ നമ്മുടെ അപ്പച്ചൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മെ കൈക്ക് പിടിച്ച് നമ്മെ താങ്ങി നടത്തുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ യേശു ആരെയും കുറ്റം വിധിച്ച് തള്ളിക്കളയുകയില്ല. സഹിഷ്ണുതയോടെ, ക്ഷമയോടെ, കരുണയോടെ നമ്മോട് പെരുമാറും. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞതെന്താ? സ്ത്രീയെ, നിന്നെ ആരും കുറ്റം വിധിച്ചില്ലയോ? ഞാനും കുറ്റം വിധിക്കുന്നില്ല, ഇനിയും പാപം ചെയ്യരുത്. ഹല്ലേലൂയ. നോക്കൂ, ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്താ? യേശു ഈ സ്ത്രീക്ക് വേണ്ടി ഹല്ലേലൂയ ഹല്ലേലൂയ ചെയ്തത് ഒരു രക്ഷയും അവളുടെ പാപജീവിതത്തിൽ നിന്ന് ഒരു രക്ഷാ മാർഗവുമാ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടെത്തിയവരെ ഹല്ലേലൂയ സകല പാപങ്ങളും ക്ഷമിക്കുന്ന അപ്പന്റെ കരത്തിലാ ആയിത്തീരുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആ ക്രൂശിങ്കിലേക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ എണ്ണപ്പെട്ട്, കൈകാലുകളിൽ ആണിതറയ്ക്കപ്പെട്ട്, തലയിൽ മുൾക്കിരീടം വെച്ച്, കോലുകൊണ്ടുള്ള അടികളൊക്കെ ഏറ്റ് ഹല്ലേലൂയ വേദനകൾ സഹിച്ച്, ഓ ഹല്ലേലൂയ, ആ ക്രൂശിങ്കിൽ തറയ്ക്കപ്പെട്ടപ്പോഴും ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുവൻ മാനസാന്തരപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് മാനസാന്തര അനുഭവത്തിലേക്ക് ഹല്ലേലൂയ പാപങ്ങൾ ഏറ്റുപറയുന്ന ദിനമായി തീരട്ടെ. നിങ്ങൾ ഈ പാപമില്ലാത്തവൾ അവളിൽ ഒന്നാമത് കല്ലെറിയട്ടെ. ഹല്ലേലൂയ. ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോക, ഇനി പാപം ചെയ്യരുത്. ഹല്ലേലൂയ. നമ്മിൽ ആരും പാപം ചെയ്ത് ജീവിപ്പാൻ യേശുപ്പൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയ മക്കളെ, എല്ലാവരും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് യേശുവിനോട് ചേരുവാനാണ് യേശുപ്പൻ ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് അപ്രകാരം ജീവിക്കാം. ദൈവം എല്ലാവരെയും ഹല്ലേലൂയ അനുഗ്രഹിക്കട്ടെ. ഇനിയും പാപം ചെയ്യരുത്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നീ വചനം കേൾക്കുന്ന ജീവിതങ്ങളിൽ ആരെങ്കിലും പാപം ചെയ്ത് ഹല്ലേലൂയ കർത്താവേ, എനിക്ക് നീ ജീവിക്കണ്ട, ഞാൻ ഇനി എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അവരെ യേശുപ്പൻ വിളിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിക്കുന്ന അപ്പനാ. നിങ്ങളുടെ കുറവുകൾ ഏറ്റു പറഞ്ഞാൽ ആ കുറവുകളെ ക്ഷമിക്കുന്ന കർത്താപ്പച്ചനാ നമ്മോട് കൂടെയുള്ളത്. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ.
കർത്താവേ, ഇന്ന് ഹല്ലേലൂയ ഈ വചനം കേട്ട ആരെങ്കിലും ഹല്ലേലൂയ അവർക്ക് അവരവരെ തന്നെ ഒന്ന് ഹല്ലേലൂയ കുറ്റങ്ങൾ തോന്നുന്നുവെങ്കിൽ അപ്പനോട് ഹല്ലേലൂയ ക്ഷമ ചോദിക്കുവാൻ, അപ്പന്റെ സന്നിധിയിൽ നിന്ന് പറയുവാനുള്ള കൃപ ഓരോ മക്കൾക്കും കൊടുക്കണമേ. അവരുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. യേശുപ്പന്റെ മക്കളാക്കി തീർക്കണം അപ്പാ. കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.